പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എപ്പിഫനിയുടെ 21-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെ പ്രാർത്ഥനയോടെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 21-ാമത്തെ ദിവസം. നമ്മൾ ഈ യാത്ര ഇനി തീരാൻ 4 ദിവസം കൂടിയേ ഉള്ളൂ. 4-ാമത്തെ ദിവസം നമ്മൾ പുൽക്കൂട്ടിൽ ഈശോയെ കണ്ട് ആരാധിക്കും. നമുക്ക് ഈ ദിവസം നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്ന വചനഭാഗം ഇന്നലെ നമ്മൾ വായിച്ചതിൻ്റെ തുടർന്നുള്ള ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 5 മുതൽ. പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെയേറെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന, ഇന്ന് നമ്മുടെ ധ്യാനത്തിന് വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നിങ്ങളോട് ഞാൻ പങ്കുവച്ചിരുന്നു. നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ചിന്ത തുടരാം. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇന്നലെ പറഞ്ഞത് എൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. അതായത് രാജാവ് പിറക്കുകയാണ്. അപ്പോൾ രാജാവ് പിറക്കുമ്പോൾ ആ രാജാവ് ഏറ്റവും ലാളിത്യത്തിലേക്കാണ് പിറന്നു വീഴുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്ന സ്ഥലം ഏതാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. നമ്മുടെ മാതാപിതാക്കന്മാരെ ചൂസ് ചെയ്യാനുള്ള അവകാശം, സാഹചര്യം നമുക്കില്ല. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്ന ഭൂമിയിൽ നമ്മുടെ സാമ്പത്തിക നിലവാരം എന്തായിരിക്കണമെന്ന് നേരത്തെ മുൻകൂട്ടി തീരുമാനിക്കാനുള്ള അവകാശം ഭൂമിയിൽ പിറക്കുന്ന ഒരു മനുഷ്യനും ഇല്ല. ഇതെല്ലാം നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ പിന്നീടാണ് നമുക്ക് അതെല്ലാം മനസ്സിലാവുന്നത്. ഇതൊക്കെ നമുക്ക് ഗിവണാണ്. ഇപ്പം എൻ്റെ മാതാപിതാക്കന്മാരാരാണ്? എനിക്കൊരു ചോയ്സ് ഇല്ല അതിനകത്ത് തീരുമാനിക്കാൻ. ഞാൻ പിറന്നു വീഴുന്ന സ്ഥലം ഏതാണ്? എനിക്ക് ചോയ്സ് ഇല്ല അത് തീരുമാനിക്കാൻ. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്താവണം? ചോയ്സ് ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഭൂമിയിൽ ഈ കാര്യങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ അത് നടത്താൻ കഴിഞ്ഞിരുന്ന ഏക ആള് ഈ ദൈവപുത്രനായ യേശുവാണ്. അയാൾക്ക് തീരുമാനിക്കാം എവിടെ ജനിക്കണം, ആരാണ് മാതാപിതാക്കന്മാർ, ഏത് സാഹചര്യത്തിലേക്കാണ് പിറക്കേണ്ടത്, ജനന സമയം ഏതാണ്, ഇതെല്ലാം അയാൾക്ക് തീരുമാനിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ തനിക്ക് തൻ്റെ കംഫർട്ടുകൾ, തൻ്റെ അവകാശങ്ങൾ, തനിക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, തനിക്ക് ലഭിക്കേണ്ട സുഖം തീരുമാനിക്കാൻ ഒരാൾക്ക് അവകാശം ഉണ്ടായിരുന്നപ്പോൾ അയാൾ എടുത്ത ചോയ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളെ ആദ്യം ഇവിടെ ചിന്തിപ്പിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി. അയാൾ എന്താണ് ചൂസ് ചെയ്തത്? എന്തൊരു വലിയ ഒരു ആഴമുള്ള ധ്യാനമാണ്. ഭയങ്കര അഗാധമായ ഒരു ആഴമായ കുറ്റബോധത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ ഇത് തള്ളിയിടും. ഞാനിത് വായിക്കുമ്പോൾ എനിക്ക് അത്രയും ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ കംഫർട്ടുകൾ തീരുമാനിക്കാൻ ഒരു അവകാശമുള്ള ഇടത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ദൈവത്തിന് തീരുമാനിക്കാം താൻ എവിടെയാണ് പിറക്കേണ്ടത്, പിറക്കുന്ന സ്ഥലത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാവണം, എവിടെയാണ് താൻ ജീവിക്കേണ്ടത്, വളരേണ്ടത്, അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാവണം, ആരാവണം തൻ്റെ മാതാപിതാക്കന്മാർ. അപ്പം ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ അവകാശം ഉണ്ടായിരുന്ന ദൈവപുത്രൻ, ദൈവം ചൂസ് ചെയ്തത് ആരെയാ? ഏറ്റവും ഓർഡിനറിയായ ഒരു അമ്മയെയും ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും. അത് വളരെ നിസ്സാരപ്പെട്ട ജോലി ചെയ്തിരുന്ന ഒരു തച്ചൻ്റെ മകനെന്നാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത്.
നസറത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വളരുന്നത്. നിങ്ങൾ ഇസ്രായേലിൻ്റെ യൂദയായുടെ ഭൂപടം എടുത്താൽ അന്ന് ആളുകൾ അടയാളപ്പെടുത്താതിരുന്ന ആ മാപ്പിലുണ്ടായിരുന്ന സ്ഥലമല്ല ഇത്. അത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലം. മാത്രമല്ല, ഗലീലിയൻ എന്ന് പറയുന്ന വാക്ക് പുച്ഛത്തോടുകൂടി ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ്. അപരിഷ്കൃതൻ, ബാർബേറിയൻ എന്ന് വിളിക്കുന്ന ഒരു ധ്വനിയിലാണ് ഗലീലിക്കാരൻ, ഗലീലിയൻ അല്ലേ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവനല്ലേ എന്നാണ് അതിൻ്റെ ധ്വനി. അപ്പം ഇങ്ങനെ വളർന്ന സ്ഥലം, അത്രയും ഒരു ദരിദ്രമായ സ്ഥലം, അത്രയും മീകറായ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഗലീലി. ഇത്രയും പാവപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ ജനിച്ച സ്ഥലം പുൽത്തൊട്ടി. ആര് ചൂസ് ചെയ്യുന്ന നിങ്ങൾ പറയുന്നത്? പുൽത്തൊട്ടി, കന്നാലിക്കൂട്ടിൽ ജനിച്ചു. അപ്പോൾ ഒരാളുടെ, ശ്രദ്ധിച്ച് കേൾക്കണം, ഒരാളുടെ ദൈവികത അടയാളപ്പെടുത്തപ്പെടുന്നത് അയാള് തൻ്റെ കംഫർട്ടുകൾ ചൂസ് ചെയ്യുന്നതിൽ പുലർത്തുന്ന ഒരു മനോഭാവം കൂടി അതിൻ്റെ പിന്നിൽ ഉണ്ട്. അതായത് ഒരാൾക്ക് ഏറ്റവും മിനിമത്തിൽ തൃപ്തിപ്പെടാൻ പറ്റുമോ, അയാളിൽ ഒരു ദൈവികതയുണ്ട്. ഒരാൾക്ക് ഒരു മിനിമം ഫെസിലിറ്റിയിൽ പരാതി പറയാതെ സർവൈവ് ചെയ്യാമോ, അയാളിൽ ഒരു ദൈവികതയുണ്ട്. ഒരാൾക്ക് തനിക്ക് വേണ്ടി തൻ്റെ സൗകര്യങ്ങൾ തീരുമാനിക്കാൻ സ്പേസ് ഉള്ളൊരു സ്ഥലത്ത് അയാൾക്കൊരു മിനിമത്തിൽ ജീവിക്കാൻ കഴിയുമോ, അയാളിലൊരു ദൈവികതയുണ്ട്. ഇങ്ങനെ ഒന്ന് വിരലിൽ ഞൊടിച്ചാൽ എല്ലാ കാര്യങ്ങളും ഈ സ്വന്തം ടേബിളിലേക്ക് എത്തുന്ന അത്ര സൗകര്യങ്ങളും ആളുകളും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരാൾക്ക് ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ കഴിയുമോ, അയാളിൽ ഒരു ദൈവികതയുണ്ട്. അയാളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ, ഒത്തിരി പേരെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ തന്നെ ചെയ്ത് ആരെയും ഭാരപ്പെടുത്താതെ ജീവിക്കാൻ കഴിയുമോ, അയാളിലൊരു ദൈവികതയുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസിന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എനിക്ക് ഇത് പറയുമ്പോൾ നല്ല ഗിൽറ്റുണ്ട്, കാരണം ഞാൻ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പുൽക്കൂട്ടിലിരുന്നു കൊണ്ട് ഈ ദൈവം നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയാണ്. നമ്മളോട് അവൻ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു സ്പേസ് വരുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ലാളിത്യത്തിലേക്ക് നിങ്ങളെ തന്നെ നയിക്കാൻ കഴിയുമോ. രണ്ടാമത്തേത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ആട്ടിടയന്മാരോട് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ആട്ടിടയന്മാരെങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു സെൻസസിൻ്റെ സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം, എല്ലായിടത്തും ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുന്ന, സെൻസസിന് വേണ്ടി ആളുകൾ വന്നുകൂടിയിരിക്കുന്ന ഈ ഒരു രാത്രിയിൽ ഈ പാവപ്പെട്ട ഇടയന്മാർ, ഇത്രയും നിസ്സാരക്കാരായ മനുഷ്യർ ഈ ദൈവപുത്രനെ എങ്ങനെ തിരിച്ചറിയും, ഇവൻ ആരാണെന്ന് എങ്ങനെ അറിയും? അപ്പോൾ അവർക്ക്, ആട്ടിടയന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിയാൻ കൊടുത്ത അടയാളം എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരോട് ദൂതൻ പറയുന്നത്, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ദൈവപുത്രനെ ആട്ടിടയന്മാര് ഇവനാണ് ദൈവപുത്രൻ എന്ന് തിരിച്ചറിയുന്നത് ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു എന്ന അടയാളം കണ്ടിട്ടാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ദൈവം വെളിപ്പെടുന്നത് ഇത്രയും സിമ്പിളായ സിറ്റുവേഷൻസിലാണ്. ഈ സിംപ്ലിസിറ്റിക്കകത്ത്, ലാളിത്യത്തിനകത്ത് ദൈവികതയുണ്ട്. അവിടെയാണ് നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന എല്ലാ ആളുകളുടെ മേൽ ഈ ഒരു ഭാരം കടന്നു വരണം. ഈ ലാളിത്യം അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൗകര്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് നമ്മൾ മനുഷ്യരോട് ഇടപഴകുന്ന രീതി, നമ്മൾ നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്ന വിധം, ഇതെല്ലാം ഇവിടെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യമാണ്. അപ്പോൾ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശു, ആ ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഈ പിള്ളക്കച്ച, സ്വാഡിലിംഗ് ക്ലോത്ത്, പിള്ളക്കച്ച, കുഞ്ഞിനെ പുതപ്പിക്കുന്ന, സാധാരണക്കാരൊക്കെ പുതപ്പിക്കുന്ന ഒരു തുണിയാവണം.
ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഇതൊന്ന് കൊണ്ടുവരിക. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് വാക്യം 7-ാമത്തെ വാക്യം, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ കൊണ്ടുവരിക. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഇപ്പം തുണി പൊതിഞ്ഞ് ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഇത് ലൂക്ക 2:7 ആണെങ്കിൽ ഇനി ലൂക്ക 23:53 വാക്യമുണ്ട്, അത് ഞാൻ വായിക്കാം. ലൂക്ക 23:53. ലൂക്ക 23:53. അവനത് താഴെ ഇറക്കി. അതായത് അവൻ അരിമത്യക്കാരൻ ജോസഫാണ്. അരിമത്യക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അതുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു. ലൂക്ക തുടങ്ങുമ്പോൾ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി വെച്ചു. ലൂക്ക തീരുമ്പോൾ അരിമത്യക്കാരൻ ജോസഫ് അവനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഒരു കല്ല് വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ വെച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ തുണി ഈ 2 സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ലൂക്ക കൊണ്ടുവരുന്ന ഒരു കണക്ഷനുണ്ട്. ഇത് എൻ്റെ ഒരു വ്യാഖ്യാനമല്ല. പിതാക്കന്മാരൊക്കെ ഈ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ പട്രിസ്റ്റിക്കായ ഇൻ്റർപ്രിട്ടേഷൻസിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 തമ്മിൽ ലൂക്ക സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ്. എന്താ? ഇതുപോലെ ഇന്ന് നിങ്ങൾ ഇവനെ ഈ പുൽത്തൊട്ടിയിൽ ഈ തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നത് കാണുന്നത് പോലെ ഒരു 33 വർഷം കഴിഞ്ഞ് ഇവനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് കല്ലറയിൽ വെക്കുമ്പോൾ ഈ ജീവിതം അതിൻ്റെ ആരംഭവും അവസാനവും ഇവിടെ ദ്യോതിപ്പിക്കപ്പെടുകയാണ്, ഡിനോട്ട് ചെയ്യപ്പെടുകയാണ്. അതായത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അവൻ്റെ നിയോഗവും അവൻ്റെ അന്ത്യവും അവിടെ വെളിപ്പെടുത്തപ്പെടുകയാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം കർത്താവ് ഈശോ മിശിഹായുടെ ഈ ജനനത്തിൻ്റെ ദിവസങ്ങളിൽ തന്നെ അവൻ്റെ പിറവി നമുക്ക് തരുന്ന ഒരു മഹത്വം എന്താണ് എന്ന് സുവിശേഷം അത് കാണാൻ നമ്മളെ വിളിക്കുന്നുണ്ട്. അതായത് ക്രിസ്മസ് ചിന്തകൾ അവസാനിക്കുന്നത് പുൽക്കൂട്ടിലല്ല, അവസാനിക്കുന്നത് ഒഴിഞ്ഞ കല്ലറയിലാണ്. അതാണ് ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ക്രിസ്മസിൻ്റെ ചിന്തകൾ അവസാനിക്കേണ്ടത് പുൽക്കൂട്ടിലല്ല, മറിച്ച് ഒരു ഒഴിഞ്ഞ കല്ലറയിലാണ്. ഇവിടെ നീതിമാനായ ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന ജോസഫ് അവനെ പൊതിഞ്ഞ് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി. അവിടെ അരിമത്യക്കാരൻ വേറൊരു ജോസഫ് അവനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ കല്ലറയിൽ വെച്ചു. അവിടുന്ന് 3 ദിവസം കഴിയുമ്പോൾ അവൻ ആ തുണി കച്ച ഒരു സ്ഥലത്ത് ചുരുട്ടി വെച്ച് അവനെ ഉയർത്തെഴുന്നേൽക്കും. പുൽക്കൂട് നമ്മളെ വിളിക്കുന്നത് ഈ റിസറക്ഷൻ പവറിലേക്കാണ്, ഉത്ഥാനത്തിൻ്റെ ശക്തി അനുഭവിക്കാനാണ്. നമുക്ക് ഉണ്ണീശോയിൽ നിന്ന് ഉത്ഥിതനായ യേശുവിലേക്കുള്ള ഒരു യാത്രയുണ്ട് എന്ന് ഓർക്കണം. നമ്മുടെ യാത്ര, ക്രിസ്മസിൻ്റെ യാത്ര അവസാനിക്കുന്നത് പുൽക്കൂട്ടിലെ ഉണ്ണീശോയിലല്ല, മറിച്ച് ഒഴിഞ്ഞ കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഉത്ഥിതനായ യേശുവിലാണ്. അതായത് എല്ലാ സ്പിരിച്വാലിറ്റിയും നമ്മളെ അവസാനം എത്തിക്കേണ്ടത് ഉത്ഥിതനായ റിസൺ ലോഡിലാണ്. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ ആധാരം, നമ്മുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെ ആധാരം ഉത്ഥിതനായ യേശുവാണ്. ഉത്ഥിതനായ യേശു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിമ്പിളായിട്ട് ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഉത്ഥിതനായ ഈശോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാം? ഉത്ഥിതനായ ഈശോ എന്ന് പറഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ ഇന്ന് ജീവിക്കുന്നു, പ്രസൻ്റാണ്. നമ്മുടെ കൂടെ ഈശോ ഉണ്ട്. അപ്പോൾ നമ്മൾ പുൽക്കൂട്ടിലെ ഉണ്ണീശോയെ കണ്ടിട്ട് ഈ ആട്ടിടയന്മാർ പോയതുപോലെ പോകുന്ന ആളുകളല്ല, മറിച്ച് നമ്മൾ ഉത്ഥിതനായ യേശു നമ്മുടെ കൂടെ സഞ്ചരിച്ച്, അല്ലെങ്കിൽ നമ്മൾ യേശുവിൻ്റെ കൂടെ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ പോയ പോലെ ആ യാത്ര പോകുന്നിടത്താണ് ക്രിസ്മസ് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് കണ്ടിട്ട് പോകാനല്ല, കൂടെ പോവാനാണ്, വന്നു കാണാനല്ല, വസിക്കാനാണ്
ക്രിസ്മസ് നമ്മളെ വിളിക്കുന്നത്. നമുക്ക് ഈ നമ്മുടെ പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഈ പുൽത്തൊട്ടിയിൽ പിറന്ന ഈശോ വളരെ വൃത്തികേടിന് നടുവിലേക്കാണ് പിറന്നു വീണത്. പക്ഷേ അവൻ അത്രയും മലീമസമായൊരു സിറ്റുവേഷനിലേക്ക് പിറന്നു വീണ അവൻ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ അവൻ ഈ ഭൂമി എത്ര ബ്യൂട്ടിഫുൾ ആക്കിയിട്ടാണ് കടന്നുപോയത്. അതുകൊണ്ട് നമ്മുടെ സറൗണ്ടിങ്സിനെയൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ ഭാഗമാണ് അതെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന വീട് അത് എപ്പോഴും വൃത്തിയാക്കിയിടണം. ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ച് ഇടുന്ന വീടുകൾ കണ്ടിട്ടുണ്ട്. ഒത്തിരി സമ്പന്നരായ ആളുകളുടെ വീടുകളിൽ പോലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒത്തിരി ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ ആത്മീയതയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ വീടുകളിലെല്ലാം കുറേ ഓപ്പൺ സ്പേസ് ഉണ്ടാവുന്ന വിധത്തിൽ അവിടുത്തെ ഐറ്റംസിനെ ഒന്ന് കുറയ്ക്കേണ്ടതുണ്ട്. കുറച്ച് ഓപ്പൺ സ്പേസ് നമ്മുടെ ഒരു ഹെൽത്തി ലിവിങ്ങിന് ആവശ്യമാണ്. എന്ന് ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ചെറിയ മുറിയേ ഉള്ളെങ്കിലും ഒത്തിരി സാധനങ്ങൾ ഇട്ട് അത് ഫില്ല് ചെയ്യുന്നതിന് പകരം നമുക്കതിനെ കുറച്ചൊക്കെ ഒന്ന് ഫ്രീ ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു സജഷൻ നിങ്ങളോട് പറയാം. ഒത്തിരി കാര്യങ്ങൾ വെറുതെ ഒരു ആവശ്യമില്ലാതെ വീട്ടിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ആവശ്യക്കാർക്ക് കൊടുത്താൽ വീട് കുറച്ച് എം ഡി ആവും. ഒരുപാട് തുണികൾ ഇങ്ങനെ അലമാരിയിലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് വസ്ത്രങ്ങളുള്ള ആളുകൾ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലത്. അങ്ങനെ അത്രയും ഈ ഡ്രസ്സിനോടൊക്കെ ക്രേസുള്ള ആളുകളുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ്, പിന്നെ ഇതുപോലെ ഈ ലോകത്തുള്ള എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്ന കുപ്പി പോലും കളയാത്ത മനുഷ്യരാണ് നമ്മൾ. ഒരു സാധനം വന്നതിന് ബോട്ടിൽ കളയില്ല, ഒരു കുപ്പിയുടെ അടപ്പ് കളയില്ല. ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ആക്രിക്കട പോലാണ് പല പല വീടുകളും. ഞാൻ നിങ്ങൾക്ക് സ്ട്രേഞ്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒത്തിരി കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് നമ്മുടെ വീടുകളിൽ നിന്ന് പിറക്കി ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ തന്നെ കുറേ വീട് എം ടി ആവും. നിങ്ങളൊന്ന് എല്ലാം ഒന്ന് കറങ്ങി നോക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ ആ സാധനം അത് കുറേ കാലമായിട്ട് 10-25 കൊല്ലമായിട്ട് ഇത് വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതിനൊരു എസ്തെറ്റിക് വാല്യൂ ഇല്ല. ഒരു 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 എന്താ പറയുന്നത്, ഒരു സൗന്ദര്യാത്മക വിലയുമില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെടുത്ത് ആർക്കെങ്കിലും ഉപയോഗമുള്ളവർക്ക് കൊടുക്കുക. അത് ചിലപ്പോൾ ആ ഒരു ടേബിള് ഒരു കുഞ്ഞ് അവൻ്റെ സ്റ്റഡി ടേബിളായിട്ട് മാറും, ഒരു പാവപ്പെട്ട കൊച്ചിന്. അല്ലെങ്കിൽ ആ ഒരു സാധനം അത് വേറൊരാൾക്ക് അയാളുടെ വസ്ത്രമായിട്ട് മാറും. ഇന്നും പഴയ വസ്ത്രങ്ങൾ കൊടുത്താൽ കണ്ണുനീരോടെ വാങ്ങിക്കുന്ന മനുഷ്യരെ എനിക്കറിയാം. അപ്പോൾ അതൊരു വലിയ ആത്മീയതയുടെ ഭാഗമായിട്ട് കാണണം. നമ്മൾ യേശുവിനെ സന്ദർശിക്കാൻ വന്ന ആട്ടിടയന്മാരെ കുറിച്ച് ധ്യാനിച്ചു. നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പലപ്പോഴും വ്യക്തതയില്ലാത്ത ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലാത്ത ഒരു മേഖലയാണ് ആരാണ് ഈ ജ്ഞാനികൾ എന്നുള്ള വിഷയം. ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പൗരസ്ത്യ ദേശത്ത് നിന്ന് എത്തിയ ഈ ജ്ഞാനികൾ, അല്ലെങ്കിൽ പൂജാരാജാക്കന്മാർ എന്ന് നമ്മൾ വിളിക്കുന്നവർ, അല്ലെങ്കിൽ വാനനിരീക്ഷകർ എന്ന് നമ്മൾ വിളിക്കുന്നവർ, ഈ കാഴ്ചകൾ കൊണ്ടുവന്ന ആളുകൾ, അവർ ആരായിരുന്നു? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇനി വാക്യം 11. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെറോദേസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ആരായിരുന്നു ഈ ജ്ഞാനികൾ? ഇവിടെ നിന്നാണ് അവർ വന്നത്. തിരുസഭയുടെ പട്രിസ്റ്റിക് പാരമ്പര്യത്തിൽ, അതായത് പിതാക്കന്മാരുടെ പ്രബോധനത്തിൽ, സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ 3 നിലപാടുകളാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ചില ആളുകൾ പറഞ്ഞിരിക്കുന്നു അവർ പേർഷ്യയിൽ നിന്ന് ഉള്ള ആളുകളായിരുന്നു. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ അവർ ബാബിലോണിൽ നിന്നുള്ളവരാണ്. വേറെ ചിലർ അവർ അറേബ്യയിൽ നിന്നുള്ളവരായിരുന്നു എന്ന് പറയുന്നു. ഈ പേർഷ്യയും ബാബിലോണും അറേബ്യയും ഹോളി ലാൻഡിന്, വിശുദ്ധ നാടിൻ്റെ കിഴക്കായിട്ട് അടയാളപ്പെടുത്താവുന്ന സ്ഥലങ്ങളാണ്.
എന്നാൽ നമ്മൾ ഈ 3 അഭിപ്രായങ്ങളിൽ ഏത് അഭിപ്രായമാണ് കൂടുതൽ ബൈബിളിനോട് ചേർന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു പരിശോധനയാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അതിനു മുമ്പ് മറ്റു ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അതായത് രാജാക്കന്മാർ ഈ ജ്ഞാനികൾ, ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് ജ്ഞാനി എന്നാണ്. നിങ്ങൾ മജായി എന്ന് MAGI മജായി എന്ന് ഇംഗ്ലീഷ് വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മജായി അത് വരുന്നത് മാഗൂസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അതിൽ നിന്നാണ് ഈ മജീഷ്യൻ എന്ന് പറയുന്ന വാക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ മജായി അല്ലെങ്കിൽ ഈ വൈസ്മെൻ, ഈ വിദ്വാൻമാർ, ജ്ഞാനികൾ, അവർ 3 പേരായിരുന്നു എന്ന് മത്തായി പറയുന്നില്ല. 3 എന്ന് പറയുന്ന ഒരു ചിത്രം കിട്ടിയത് ഒരു പക്ഷേ 3 നിക്ഷേപങ്ങൾ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാവണം 3 പേരെന്ന് പിന്നീട് ചിന്തിച്ചത്. പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചവെച്ചത് കൊണ്ട് ഓരോരുത്തരും ഓരോ കാഴ്ച കൊണ്ടുവന്ന് കൊടുത്തു എന്ന ഒരു ഓർമ്മയിലാവണം 3 പേരെന്ന് ഇവരെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അനുവർത്തിക്കുന്ന, എപ്പോഴും ബൈബിൾ പഠനത്തിന് നമ്മൾ അനുവർത്തിക്കുന്ന ഒരു നിലപാട്, പഴയ നിയമത്തിൻ്റെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ബൈബിളിനെ എപ്പോഴും സമീപിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി അനുവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ വിശുദ്ധ മത്തായി ഇങ്ങനെ പറയുകയാണ്: ഇങ്ങനെ മുൻപ് പഴയ നിയമത്തിൽ പ്രവാചകൻ മുഖേന അരുളി ചെയ്യപ്പെട്ടത് നിറവേറാനാണ് ഇത് സംഭവിച്ചത്. ഈശോയുടെ ജനനത്തിലെയും ജീവിതത്തിലെയും ഓരോ സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശുദ്ധ മത്തായി ഇങ്ങനെയാണ് പറയുന്നത്: ഈ കാര്യം സംഭവിച്ചത് പ്രവാചകൻ പണ്ട് ഇങ്ങനെ പറഞ്ഞത് പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇതെല്ലാം സംഭവിച്ചത്. അതുപോലെ തന്നെ മത്തായി വേറൊരു കാര്യം പറയുന്നുണ്ട്. ഹെറോദേസിന്റെ മരണം വരെ അവിടെ താമസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ വിശുദ്ധ മത്തായി പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും നടന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പതിവാണ് വിശുദ്ധ മത്തായിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, പഴയ നിയമത്തിലെ ഏതെങ്കിലും പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ജ്ഞാനികൾ വന്നത്? അങ്ങനെയാണെങ്കിൽ ആ പ്രവചനങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് ഈ ജ്ഞാനികൾ എവിടെ നിന്നാണ് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ക്ലൂ അവിടെ നിന്ന് കിട്ടും. ഞാൻ ഒരു 2 പഴയ നിയമ ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്നാമത്തേത് യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 6-ാം തിരുവചനം. യെശയ്യാ 60:6 ജെറുസലേമിന് ഉണ്ടാകാൻ പോകുന്ന ഭാവി മഹത്വത്തെക്കുറിച്ച് പ്രവാചകൻ പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യെശയ്യാ 60-ാം അധ്യായം 6-ാം തിരുവചനം: ഒട്ടകങ്ങളുടെ ഒരു പറ്റം, മിദിയാനിലെയും ഏഫായിലെയും ഒട്ടകക്കൂറ്റന്മാരുടെ കൂട്ടം നിന്നെ മറയ്ക്കും. ഷേബായിൽ നിന്നുള്ളവരും വരും. ശ്രദ്ധിക്കുക, ഷേബായിൽ നിന്നുള്ളവരും വരും. അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. ഇവിടെ ജെറുസലേമിലെ രാജാവിനെ കാണാൻ ഷേബായിൽ നിന്ന് ആളുകൾ വരുമെന്നും അവർ സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും, മീറയും കുന്തിരിക്കവും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, സുഗന്ധദ്രവ്യങ്ങളാണത്, സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടുവരികയും കർത്താവിൻ്റെ കീർത്തനം ആലപിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഈ ഷേബ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഇനി ഞാൻ രണ്ടാമത് മറ്റൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. സങ്കീർത്തനം 72 അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 72 10ഉം 11ഉം. താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, 72-ാം സങ്കീർത്തനം
സോളമൻ രാജാവ് രാജാവിന് വേണ്ടി ഉള്ള പ്രാർത്ഥന എന്ന രീതിയിൽ എഴുതിയ സങ്കീർത്തനമാണ്. അതായത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യൂദാ പരമ്പരയിലെ രാജാവിന് കൊടുക്കുന്ന ആശംസയാണത്. താർഷീഷിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ഷേബായിലെയും ആ വാക്ക് ഓർത്തു വച്ചിരിക്കുക. ഷേബായിലെയും സേബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. ഓർമ്മിക്കുന്നുണ്ടോ? ജ്ഞാനികൾ വന്ന് അവർ അവൻ്റെ മുമ്പിൽ പ്രണമിച്ച് കുമ്പിട്ട് അവനെ ആരാധിച്ചു. എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ. എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. സങ്കീർത്തനം 72, 10, 11. ഇനി അതേ 72-ാം സങ്കീർത്തനത്തിൽ 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അവന് ദീർഘായുസ് ഉണ്ടാകട്ടെ. ഷേബായിലെ സ്വർണം അവന് കാഴ്ചയായി ലഭിക്കട്ടെ. അവനു വേണ്ടി ഇടപെടാതെ പ്രാർത്ഥന ഉയരട്ടെ. അവൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വചനഭാഗങ്ങളിൽ യെശയ്യാ 60 നിന്നും സങ്കീർത്തനം 72 നിന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച ഈ രണ്ട് വചനഭാഗങ്ങളിലും ജെറുസലേമിലെ രാജാവിന് ഷേബായിൽ നിന്ന് സ്വർണവും സുഗന്ധദ്രവ്യങ്ങളും കാഴ്ചയായി കൊണ്ടുവരുമെന്നും അത് കൊണ്ടുവരുന്നത് രാജാക്കന്മാരായിരിക്കുമെന്നും ആ രാജാക്കന്മാർ അവനെ കുമ്പിട്ട് ആരാധിക്കുമെന്നുമുള്ള പഴയ നിയമ പ്രവചനങ്ങൾ കാണാൻ കഴിയും. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയും. ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് പൗരസ്ത്യ ദേശത്ത് നിന്നെത്തിയ ജ്ഞാനികൾ യേശുവിനെ കുമ്പിട്ട് ആരാധിക്കുന്നതും അവന് കാഴ്ചകൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതും. അങ്ങനെയാണെങ്കിൽ ഷേബ അറേബ്യയിലെ ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ചില സഭാപിതാക്കന്മാരുടെ അഭിപ്രായപ്രകാരം അവരഭിപ്രായപ്പെട്ടതുപോലെ ഈ ജ്ഞാനികൾ അല്ലെങ്കിൽ ഈ രാജാക്കന്മാർ, ഈ വാനനിരീക്ഷകർ, അവർ എത്തിയത് അറേബ്യയിൽ നിന്നാണ്. ഞാൻ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരിക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളെ സമാഹരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പുൽക്കൂട്ടിലെ ഉണ്ണിയെ കാണാൻ കാത്തിരിക്കുമ്പോൾ നമ്മൾ അവന് സമ്മാനങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ളത്. ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു ചെറുപ്പക്കാരൻ, ഇവിടെയല്ല യൂറോപ്പിലാണ്, ഒരു ചെറുപ്പക്കാരൻ പങ്കെടുക്കുകയായിരുന്നു. ഈ പ്രെയർ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഓഫറിങ്ങിന് വേണ്ടിയുള്ള കളക്ഷൻ ബോക്സ്, ആ പാത്രം ഇങ്ങനെ പാസ് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പോക്കറ്റിലേക്ക് കൈയിട്ട് അവൻ്റെ വാലറ്റിൽ നിന്ന് പണമെടുത്ത് അതിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത് അവൻ വാലറ്റ് എടുത്തിട്ടില്ല, അവൻ പേഴ്സ് എടുത്തിട്ടില്ല. വല്ലാത്തൊരു ഇച്ഛാഭംഗത്തോടെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ നോട്ട്ബുക്കിൽ നിന്ന് ഒരു പേപ്പർ കീറിയെടുത്ത് അതിനകത്ത് ഇങ്ങനെ എഴുതി മൈസെൽഫ്, എന്നിട്ട് അത് ചുരുട്ടി ആ പാത്രത്തിലേക്ക് ഇട്ടു. ആ ചെറുപ്പക്കാരൻ എന്താണ് പറയാൻ ശ്രമിച്ചത്? കാണിക്കായിട്ട് ഇടാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ഞാൻ എന്നെ കാണിക്കായിട്ട് ഇടുകയാണ്. ഞാൻ അയാളെക്കുറിച്ച് വായിച്ചത് ഇങ്ങനെയാണ്: പിന്നീട് അയാൾ ഇന്ത്യയിലേക്ക് വരികയും അവിടെ ഒരു മിഷണറിയായി ജീവിച്ച് മരിക്കുകയും ചെയ്തു. അതായത് നമുക്ക് യേശുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാണിക്ക നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു വചനം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇന്നത്തെ ടാസ്കായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ഒരു സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കണം. ഇതാണ് അവന് കൊടുക്കാവുന്ന ഏറ്റവും പൂർണ്ണമായ ആരാധന, ഏറ്റവും യഥാർത്ഥമായ ആരാധന, ട്രൂ വർഷിപ്പ്. അതുകൊണ്ട് ഇന്നത്തെ ടാസ്കായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്, എന്തെങ്കിലും ഒരു പെനൻസ് ശരീരത്തിലെടുക്കാൻ നമുക്കിന്ന് പരിശ്രമിക്കാം. അല്പസമയം മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പരിഹാര പ്രാർത്ഥനയാണ്. കൈകൾ വിരിച്ചു പിടിച്ച് അല്പനേരം പ്രാർത്ഥിക്കുന്ന ഒരു പരിഹാര പ്രാർത്ഥനയാണ്. ഉപവാസം എടുക്കുന്നത് ഒരു പരിഹാര പ്രാർത്ഥനയാണ്. കുറച്ച് ത്യാഗം ഏറ്റെടുത്ത് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പരിഹാര പ്രവൃത്തിയാണ്. ശരീരത്തിന് എന്തെങ്കിലും ഒരു ക്ഷീണം വരുന്ന ഏതെങ്കിലും ഒരു പരിഹാര പ്രവൃത്തിയിലൂടെ നമുക്ക് കർത്താവിനോട്, പുൽക്കൂട്ടിലെ ഉണ്ണിയോട് പറയാനായിട്ട് ശ്രമിക്കാം. പൂജാ രാജാക്കന്മാർ സ്വർണം കൊണ്ടുവന്നതുപോലെ, മീറയും കുന്തിരിക്കവും കൊണ്ടുവന്നതുപോലെ നിനക്ക് സമർപ്പിക്കാൻ എൻ്റെ കയ്യിലുള്ള കാണിക്ക ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതമാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ ആത്മാവാണ്. ഞാൻ എന്നെ നിനക്ക് തരുന്നു. നിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുതരുന്നു.
എൻ്റെ ഇഷ്ടങ്ങളുടെ മീതെ നിൻ്റെ ഇഷ്ടം വന്ന് വീഴുമ്പോൾ അത് എൻ്റെ ബലിയായി മാറുമെന്നും എൻ്റെ ഇഷ്ടങ്ങൾക്ക് മീതെ നിൻ്റെ ഇഷ്ടങ്ങളുടെ വാള് വന്ന് പതിക്കുമ്പോൾ ഞാനങ്ങനെ ഒരു ബലിയായി നിനക്ക് വേണ്ടി മാറുമെന്നും ഞാൻ തിരിച്ചറിയുന്നു എന്ന ഒരു തീരുമാനത്തോടെ നമുക്കിന്ന് ജീവിക്കാൻ പരിശ്രമിക്കാം. നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ ഈ വചന ചിന്തകളിൽ ഒരുമിച്ച് വന്ന ഈ ജനതയെ മുഴുവൻ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ വാക്കുകൾ കേൾക്കുന്നവരും കേൾക്കാൻ പോകുന്നവരുമായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പൂജാരാജാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് കൊടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് അല്പാൽപമായി ഓരോ ദിവസവും സജീവ ബലിയായി സമർപ്പിച്ച് ഞങ്ങളുടെ നിയോഗം പൂർത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നാളെ 22-ാമത്തെ ദിവസമാണ്. നമ്മൾ പുൽക്കൂട്ടിലേക്ക് അടുത്തടുത്തടുത്ത് വരികയാണ്. നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ കർത്താവാകുന്ന യേശു ഒരിക്കൽ കൂടി രാജാവായി വാഴുന്നതിന്, വന്ന് വസിക്കുന്നതിന് ഈ ക്രിസ്മസ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും നിങ്ങളെ കാണുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.